ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പിന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ എനിക്ക് അഫോർഡബിൾ ആയിട്ട് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റ് വൈസ് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ഞാൻ എൻ്റെ റെസിപ്പികളൊക്കെ എൻ്റെ ഡയറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സസൈസും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആദ്യം ഞാൻ ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും അത്ര വലിയ റിസൾട്ടും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ രീതികളും കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്ന രീതികളും ഞാൻ ഫോളോ ചെയ്ത ഡയറ്റും കാര്യങ്ങളും നമ്മളുടെ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ യൂസ് ബട്ടർ ഓർ ഗീ, ഇതിലേതിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേസ്റ്റാണ് കയ്യിലുള്ളതെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചോവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതിലോട്ടൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ചെറിയൊരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കല്ലുപ്പ് പൊടിച്ചിട്ടാണ് ഞാനിവിടെ ഉപ്പ് ഉപയോഗിക്കാറ്. അപ്പോൾ ആ രീതിയിൽ ആ ഉപ്പും കൂടിയാണ് ഇതിലിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും വഴന്ന് നല്ല ഇതിൽ ഫൈനായിട്ടൊന്ന് വഴന്ന് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് നമ്മളുടെ സഡൻ വെയിറ്റ് ലോസ് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. സഡൻ വെയിറ്റ് ലോസ്, അതായത് ചില വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അതായത് 10 ദിവസം കൊണ്ട് 10 കിലോ കുറക്കുക, 10 ദിവസം കൊണ്ട് 5 കിലോന്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കാം. അവരെ ഡയറ്റും കാര്യങ്ങളും ആ രീതിയിൽ ആയിട്ട് അവർക്ക് ചെയ്ത് കിട്ടിയിട്ടിരിക്കാം. പക്ഷെ അതൊട്ടും ഹെൽത്തി ഒരു വേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തൊരു രീതി എന്ന് പറയുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഏത് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ 1/4 ടീസ്പൂണിലും കുറവ് അത്ര ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മസാലപ്പൊടികളുടെ ആവശ്യമില്ല. പിന്നെ ക്യുമിൻ പൗഡറും, അതായത് നല്ല ജീരകപ്പൊടിയും പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പച്ച ചുവക്കെ ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതിലോട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സാണ് ചേർത്തത്. വെറും 3 ടേബിൾ സ്പൂൺ, കൃത്യം 3 ടേബിൾ സ്പൂണ്. അതിൽ കൂടുതൽ യൂസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറക്കാമെന്നല്ലാതെ ഒരിക്കലും കൂട്ടാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇത് സാധാ നോർമൽ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇത് വേകാൻ അധികം ടൈം എടുക്കില്ല. നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വേകാൻ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ റോൾഡ് ഓട്സ് ആണെങ്കിൽ ഇതിലും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണും കൂടി വെള്ളം ആവശ്യം വരും. പിന്നെ മല്ലിയില, പുതിന ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗർ അവോയ്ഡ് ചെയ്യുക. ഷുഗർ ഒരിക്കലും നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. ഷുഗർ എന്ന് പറയുന്നത് തന്നെ വളരെ ഡേഞ്ചറാണ്. ഞാൻ വളരെ ഷുഗർ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അതായത് ചായയിലായിരുന്നു ചായ, ജ്യൂസ് അങ്ങനത്തെ സംഭവത്തിലായിരുന്നു ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് അരക്കെട്ടിൽ എൻ്റെ വയറൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും, അതായത് ജോയിൻറ്റ് പെയിൻസും ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാർബ്സും നന്നായി കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ഇനിയും വഴിയെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യൂല, അതുപോലെ പെട്ടെന്നൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒന്ന് എടുക്കുക. പിന്നെ എന്താ പറയുക,
പിന്നെ ഡയറ്റിൽ എപ്പോഴും അതായത് ഷുഗർ ഫ്രീ ഉള്ള ചായ, അതായത് കട്ടൻ കാപ്പി, കട്ടൻ ചായ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രീൻ ടീ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കോഫി വളരെ എനിക്ക് എന്താ പറയുക, ഈ നമ്മൾ ഡയറ്റിൽ കട്ടൻ കാപ്പി ഉണ്ടല്ലോ, അത് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ അത് നല്ലതാണ് നമ്മൾ കുടിക്കുന്നതും. അത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതിലോട്ട് ഒരു പകുതി ഫ്ലെയിം ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു പകുതി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സലാഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളും കുറച്ച് ക്യാരറ്റും ചേർത്തിട്ട് കൊടുത്തിട്ടാണ് ഞാനത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വയറിന് അത്യാവശ്യം നമുക്ക് ഫില്ലിംഗ് ആണ്, പെട്ടെന്ന് വിശക്കില്ല. ഇത് നമുക്ക് ലഞ്ച് ബോക്സിനും കൈ പിടിക്കാം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഏത് വേണമെങ്കിലും നമുക്ക് ഏത് ടൈമിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നമ്മളെവിടേക്കെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ലഞ്ച് ബോക്സ് ആയിട്ട് നമുക്ക് കൈ പിടിക്കാമെന്ന്. അപ്പോൾ എന്താ പറയുക, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഒരുപാട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് പോസിബിളായിട്ട് വന്നിട്ടില്ല. റിസൾട്ട് അത്ര വലിയൊരു വെയിറ്റ് ലോസ് എന്ന് പറയാനുള്ളൊരു ഇത് എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ പെട്ടെന്ന് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് പെട്ടെന്ന് തന്നെ നമുക്കത് എന്താ പറയുക, മെൻ്റലി അത് പെട്ടെന്ന് പോസിബിൾ ആവുന്നൊരു കാര്യമില്ല. കാരണം ആദ്യം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ 8 hours ഓഫ് ഈറ്റിങ്ങും 16 hours ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ എന്താ പറയുക, ആദ്യം തന്നെ ഞാൻ ആ ഒരു പാറ്റേണല്ല യൂസ് ചെയ്തത്. ആദ്യം തന്നെ നമ്മളെ ബോഡിക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന കുറച്ച് എക്സസൈസാണ് കേട്ടോ അത് കാണിച്ചു തരുന്നത്. ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എന്നോട് ചില ആൾക്കാർ കമൻസിലൂടെ പറഞ്ഞിരുന്നു എക്സസൈസ് വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന രീതികളാണ് കാണിച്ചു തരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ ഫസ്റ്റിലെ ചെയ്തിരുന്നത് 12:12, അതായത് 12 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ട് 12 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന രീതിയിൽ. അതായത് രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 6 മണിയുടെ ഉള്ളിൽ ഞാൻ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യും. ആ രീതിയിലാണ് ഫസ്റ്റ് ഞാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 ദിവസം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ ഞാൻ എൻ്റെ റെസിപ്പികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി. അതായത് ഈവനിങ്ങിൽ കഴിക്കുന്ന റെസിപ്പികൾ ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തി. അങ്ങനെ ചെയ്തു. അങ്ങനെ കുറേ മാറ്റങ്ങൾ ആ റെസിപ്പികളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഏതൊക്കെ റെസിപ്പികളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും നല്ല രീതിയിലുള്ള റെസിപ്പികളും എനിക്ക് പിന്നെ ഞാൻ ചെയ്ത രീതി എങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്ക് റിസൾട്ട് കിട്ടിയ എന്താ പറയുക, എത്ര മാസത്തിലാണ് റിസൾട്ട് കിട്ടിയത്. എനിക്ക് 3 മാസം എടുത്തിട്ടോ 15 കിലോ കുറയാൻ വേണ്ടിയിട്ട്. കാരണം ആ രീതിയിലാണ് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തിരുന്നതും എക്സസൈസും ഞാൻ ചെയ്തിരുന്നതും. പിന്നെ അതാണ് ഒരു ഹെൽത്തിയർ വേ. കാരണം ഒരു മാസത്തിൽ 5 കിലോ അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വേ എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അറിഞ്ഞ കാര്യവും. അപ്പോൾ പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി വളരെ മസ്റ്റാണ്. പിന്നെ ക്ഷമ വേണം. പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയില്ല. പിന്നെ ബാക്കി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.